ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തൂത്തുക്കുടി, തിരുനെൽവേലി അടക്കമുള്ള പ്രദേശങ്ങളിലെ പ്രളയം നമ്മൾ കണ്ടതാണ്. അതിനു മുൻപ് തിരുവനന്തപുരം മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുമുണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളിലെല്ലാം നിരവധി വാഹനങ്ങളാണ് ഈ വെള്ളക്കെട്ടിലും പ്രളയത്തിലുമെല്ലാം പെട്ടുപോയത്. ഈ വാഹനങ്ങളെല്ലാം ഇനി സെക്കൻഡ് ഹാൻഡ് വാഹന വിപണിയിൽ എത്തുമോ? ഇത്തരത്തിലെത്തിയാൽ ആ വാഹനങ്ങൾ എങ്ങനെ തിരിച്ചറിയാനാകും? ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെടാതെ എങ്ങനെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ നോക്കി വാങ്ങാനാകും? അവയാണ് ഇനി പരിശോധിക്കുന്നത്. ഫ്ലഡ് എഫക്റ്റഡ് മെയിൻലി നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. എ, ബി, സി. എ കാറ്റഗറി എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ ഉൾപ്പെടെ വണ്ടി മുങ്ങുന്നതും, പിന്നെ ഒരു മിഡിൽ ലെവലിൽ വരുന്നതാണ് ബി കാറ്റഗറി. സി കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫ്ലോർ ലെവൽ വരുന്നത്. പിന്നെ 1-2 സംഭവങ്ങൾ നമുക്ക് നോക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹാൻഡിൽ ബാർ നമുക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ചെളി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അതിനകത്ത് ക്ലീൻ ചെയ്യാൻ വിട്ടുപോകുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇവിടെയൊക്കെ ചെളി ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതല്ലാണ്ട് നമുക്ക് സീറ്റ് ബെൽറ്റ് മേ ബി ഈ കാണുന്ന വശം അവർ ക്ലീൻ ചെയ്യുമായിരിക്കും. മേ ബി നമുക്ക് ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇത് ഫുൾ വലിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. അതൊന്ന്. പിന്നെ നമുക്ക് പിന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത് എ സി വെൻ്റിനകത്ത് നമുക്ക് ടോർച്ച് അടിച്ച് നോക്കുകയാണെങ്കിൽ അതിനുള്ളിൽ അകത്തോട്ട് ചെളി വല്ലതും കാണുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അത് ഫ്ലഡ് എഫക്റ്റഡ് ആയിരിക്കാം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബീഡിങ്സിൻ്റെ അകത്തൊക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെളി ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് എത്ര വേണോ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വണ്ടികൾ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഏരിയാസ് ഫുൾ ക്ലിയർ ആയിരിക്കും. ഇപ്പോൾ ബാറ്ററി എല്ലാം ഇളക്കി ക്ലീൻ ചെയ്ത് ടെർമിനൽ എല്ലാം ക്ലീൻഡ് ആയിരിക്കും. ഈ കാണുന്ന ഏരിയാസ് എല്ലാം മിക്കവാറും ക്ലീൻഡ് ആയിരിക്കും. പക്ഷേ നമുക്ക് കണ്ണിൽ കാണാത്ത ഏരിയയിലേക്ക് മേ ബി അത് ക്ലീൻ ചെയ്തിരിക്കണമെന്നില്ല, കൈ എത്താത്തിടത്തൊന്നും ക്ലീൻ ചെയ്തിരിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഏരിയാസ് എങ്കിലും കാണാൻ പറ്റുമെന്നുള്ളത് നമുക്ക് അണ്ടർബോഡി ലിഫ്റ്റ് വല്ലതും വെച്ച് പൊക്കി നോക്കിയാൽ അങ്ങനെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് നമുക്ക് മാക്സിമം ചെക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ എന്തെങ്കിലും ചെളി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ മേ ബി കപ്ലറിലൊക്കെ വെള്ളം കയറി ഇരുന്നിട്ട് ജസ്റ്റ് എയർ അടിച്ചും ജസ്റ്റ് ക്ലീനിങ് മാത്രമാണ് നടന്നിട്ടുണ്ടെങ്കിൽ മേ ബി നാളെ അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ക്ലാവ് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഈ ക്ലാവ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വണ്ടിക്ക് വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. പക്ഷേ വൺസ് ഈ ക്ലാവ് പിടിക്കുമ്പോൾ കണക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ കോൺടാക്റ്റ് കിട്ടാതിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ എ സി ആണെന്നുണ്ടെങ്കിൽ എ സിയുടെ കപ്ലറിലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് വർക്ക് ആവത്തില്ല. ഇൻസ്ട്രുമെന്റ് പാനലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ആവത്തില്ല. കാലക്രമേണ കുറേ നാൾ കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ക്ലാവ് പിടിച്ചിട്ടുള്ള കോൺടാക്ട് വരാതുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ വയറിങ് അത് കംപ്ലീറ്റ്ലി മാറി നമ്മൾ ഈ വയറിങ്ങും ECM അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ബുദ്ധിമുട്ടില്ല.